സന്ദീപ് ഇക്കാര്യത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ ബിജ്ലി മോന്റെ കാര്യത്തിൽ? അതുകൊണ്ട് പറയാനുണ്ട്. അദ്ദേഹം ഈ ക്യാമ്പിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. അത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഈ ക്യാമ്പിലെ ആളുകളുടെ എണ്ണത്തിൽ മാറ്റം ഉണ്ടായെന്ന് അദ്ദേഹം ചോദിച്ചു. അത് ഈ ദുരന്തം നടന്ന ഉടനെ ആദ്യ മണിക്കൂറുകളിൽ സ്വാഭാവികമായിട്ടും കുറേ ആളുകൾ ക്യാമ്പിൽ വന്നിട്ടുണ്ട്. പല ആളുകളും പിന്നീട് ബന്ധുവീടുകളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ 2 തവണ കണക്കെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും 2 കണക്കുകൾ വരാം. കുറച്ച് കഴിഞ്ഞ് കണക്കെടുക്കുമ്പോൾ ചിലപ്പോൾ അത് കൂടാം കുറയാം. കാരണം ക്യാമ്പിലേക്ക് വരുന്ന ആളുകൾ പലരും സൗകര്യമുള്ള സ്വന്തം ബന്ധുവീടുകളിലേക്കും മറ്റും പിന്നീട് മാറുന്നുണ്ട്. മറ്റൊന്ന്, അദ്ദേഹം ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഭക്ഷണം എൻ്റെ അവിടെ തന്നെ തയ്യേനി ക്യാമ്പിൽ ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് ആദ്യം വില്ലേജ് ഓഫീസറാണ് ഇതിൻ്റെ നേതൃത്വം വഹിച്ചിരുന്നത്. ആ സമയത്ത് കുറച്ച് അദ്ദേഹത്തിൻ്റെ അറിവില്ലായ്മ കൊണ്ട് ചില പ്രശ്നങ്ങൾ പറ്റി. ഉടനെ തന്നെ ഞങ്ങൾ അതിൽ ഇടപെട്ടു. അതിനെ പഞ്ചായത്തിന് കൊടുത്തു. പഞ്ചായത്ത് അത് കുടുംബശ്രീ ഏൽപ്പിച്ച് വളരെ ഭംഗിയായിട്ട് പിന്നീട് ഭക്ഷണ വിതരണം നടന്നു. അത് ആദ്യഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു പെശകാണ്. പിന്നീട് വൈദ്യുതിയുടെ കാര്യം പറഞ്ഞു. ഈ പ്രശ്നം എന്താ, ഈ ക്യാമ്പിൽ പലപ്പോഴും വൈദ്യുതി ഇല്ല എന്ന് പറയുന്നത് മൊത്തത്തിൽ ഈ ഉരുൾപൊട്ടലും മറ്റ് പ്രളയം ഉണ്ടായ സ്ഥലത്തെല്ലാം വൈദ്യുതി ഓഫ് ചെയ്ത് വെക്കണം. KSEB വൈദ്യുതി ഓഫ് ചെയ്ത് വെക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സ്കൂളുകളിലാണ് ക്യാമ്പ് നടക്കുന്നത്. സ്കൂളിൽ വൈദ്യുതി ഇല്ല. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, നമ്മൾ ജനറേറ്റർ കൊണ്ടുവരണം. ഇപ്പം എൻ്റെ തയ്യേനി സ്കൂളിൽ ആദ്യഘട്ടത്തിൽ നമുക്ക് ജനറേറ്റർ കൊണ്ടുവരാൻ വലിയ പ്രയാസം ഉണ്ടായി. അങ്ങോട്ട് വരുന്ന വഴികളെല്ലാം വെള്ളം കയറി അടഞ്ഞിടക്കുകയായിരുന്നു. അപ്പോൾ ചെറിയ ജനറേറ്റർ മാത്രമാണ് ആദ്യഘട്ടത്തിൽ അവൈലബിൾ ആയിട്ട്. പിന്നീട് നമ്മൾ വലിയ ജനറേറ്റർ എത്തിക്കുക ചെയ്ത്. അതുകൊണ്ട് തന്നെ അവിടെ ഈ വെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ, അതായത് കുടിവെള്ളത്തിന് പോയി ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടായി. കുടിവെള്ളം പമ്പ് ചെയ്യണമെങ്കിൽ വലിയ കപ്പാസിറ്റിയുള്ള ജനറേറ്റർ വേണമായിരുന്നു. അപ്പോൾ ഈ ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെ ഇതാണ് ക്യാമ്പിൽ സംബന്ധിച്ചത്. മറ്റൊന്ന്, അദ്ദേഹം മുഖ്യമന്ത്രി ഭക്ഷണം കഴിച്ച നോക്കൂ, എനിക്ക് മുഖ്യമന്ത്രി വളരെ വ്യക്തിപരമായിട്ട് അറിയുന്നതുകൊണ്ട് പറയുകയാണ്. അദ്ദേഹം ഏറ്റവും ലഘുഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ഇനി എത്ര വിഭവം ഉണ്ടെങ്കിലും അദ്ദേഹം വളരെ മിതമായി മാത്രം ഭക്ഷണം കഴിക്കുന്ന, അദ്ദേഹത്തിന്റെ ആരോഗ്യ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാൾ. അതുകൊണ്ട് മുഖ്യമന്ത്രി ഒരുപാട് വിഭവങ്ങൾ കൂട്ടി ഭക്ഷണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭക്ഷണശൈലി അറിയുന്ന മാധ്യമപ്രവർത്തകർക്കും അറിയാം. അദ്ദേഹം വളരെ കൃത്യമായി ആരോഗ്യം നോക്കുന്ന ഒരാളാണ്. കാരണം നമുക്കറിയാം, ഈ മഴയിൽ ആളുകൾക്ക് ഭക്ഷണമില്ലാതെ അല്ലെങ്കിൽ ക്യാമ്പുകളിൽ, സ്വന്തം വീടുകളിൽ നിന്ന് മാറി ക്യാമ്പുകളിലേക്കൊക്കെ പോയി അവിടെ നിന്ന് കിട്ടുന്ന ഭക്ഷണമൊക്കെ കഴിച്ച് നിൽക്കുന്ന ഒരു പ്രത്യേക സമയമാണ്. ആ സമയത്ത് മുഖ്യമന്ത്രി ഒരു വിരുന്നിന് പോകുന്നു എന്ന രൂപത്തിൽ, വിരുന്ന് എന്ന് ഞാൻ ആരോപിക്കുന്നില്ലെങ്കിൽ കൂടി അദ്ദേഹത്തിന് പല പരിപാടികളും ഉണ്ടായിരിക്കാം. അതിൻ്റെ ഭാഗമായി ഈ വടക്കേ മലബാറിൽ അവിടെ എത്തുമ്പോൾ അവിടുത്തെ ഒരു വീട്ടിലെ ഭക്ഷണം കൊടുക്കുന്ന ആ ദൃശ്യം, ആ ചിത്രം പുറത്തേക്ക് നൽകുന്ന മെസ്സേജ് സന്ദീപിന് എങ്ങനെയാണ് അനുഭവപ്പെട്ടത്? സ്മൃതി, നിങ്ങളൊന്ന് ആലോചിക്കുക. മുഖ്യമന്ത്രി മലപ്പുറത്ത് എനിക്ക് തോന്നുന്നു ശിഹാബ് തങ്ങളുടെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് പരിപാടിക്ക് പോകുന്നു. ആ പരിപാടി കഴിഞ്ഞ് അദ്ദേഹം ഏകദേശം 3 മണിക്കാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത്. അദ്ദേഹം ടേബിളിൽ പോയിരിക്കുമ്പോൾ ആ വീട്ടിലെ ആളുകൾ ടേബിളിൽ ഏതൊക്കെ ഭക്ഷണം കൊണ്ടുവന്ന് വയ്ക്കും. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി വീട്ടിൽ വരികയാണല്ലോ, അവർക്ക് വലിയ സന്തോഷമായിരിക്കും. അവർ സ്വാഭാവിക ടേബിളിൽ കുറേ ഭക്ഷണങ്ങൾ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും. അവിടുന്ന് ആരോ അത് എടുത്ത്, മുഖ്യമന്ത്രിയല്ല പുറത്ത് വിട്ടത്, അവിടുന്ന് സ്വാഭാവികമായിട്ട് ആ വീട്ടുകാർക്ക് സന്തോഷമാണ് മുഖ്യമന്ത്രി വീട്ടിൽ വരുന്നത്. ആ ഗൃഹനാഥൻ അതെടുത്ത് പുറത്ത് വിടുന്നു. ഇതിലൊക്കെ എന്തെങ്കിലും കുറ്റവും കുറവും കണ്ടെത്തുന്നവരുടെ കാഴ്ചയ്ക്കാണ് കുഴപ്പമുള്ളത്. അവർ ഇതൊക്കെ എന്തോ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ടുണ്ടെന്നേ പറയാനുള്ളൂ. മുഖ്യമന്ത്രി ഭക്ഷണം കഴിക്കുന്നൊക്കെ എടുത്ത് പുറത്ത് വിടുന്നത് ഇത്ര തരംതാണ രീതിയിൽ ഹീനമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കേണ്ട വല്ല കാര്യം. 3 മണിക്ക് ഭക്ഷണം കഴിക്കുക, അദ്ദേഹത്തിന് ഭക്ഷണം കഴിച്ചുകൂടെ? അത് മനുഷ്യനല്ലേ, അദ്ദേഹത്തിന് ഈ ഓടുന്നതിനെങ്കിൽ ഭക്ഷണം കഴിക്കണ്ടേ? എന്ത് വർത്താനായി പറയുന്നത്? അതിൽ എന്ത് മെസ്സേജ്? അങ്ങനെ മെസ്സേജ് ഉണ്ടെങ്കിൽ ആ ഗൃഹനാഥൻ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നതിന്റെ ദൃശ്യമെടുത്ത് പുറത്തു വിട്ടിട്ടുണ്ടെങ്കിൽ അതിന് മുഖ്യമന്ത്രി എന്ത് പഴച്ചു? അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റുമോ? എന്തൊരു മോശം ആർഗ്യുമെന്റ് ആണ് ഇത്. കേൾക്കുന്ന ജനങ്ങൾക്ക് ബോധം ഉണ്ടെന്നെങ്കിലും ചിന്തിക്കണ്ടേ? മറ്റൊന്ന്, അദ്ദേഹം ഹെലികോപ്റ്ററിനെ കുറിച്ച് പറഞ്ഞു. ഈ മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ പോയത് എങ്ങനെയാണ്? നിങ്ങൾ വാടകയ്ക്ക് എടുത്ത ഹെലികോപ്റ്റർ പ്രതിമാസം 25 മണിക്കൂർ പറന്നാലും പറന്നില്ലെങ്കിലും വാടക കൊടുക്കേണ്ട ഹെലികോപ്റ്റർ മുഖ്യമന്ത്രി ഔദ്യോഗിക ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിൽ പോകുന്നു. അതിനെതിരെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ചു. മുഖ്യമന്ത്രി പാർട്ടി സമ്മേളനത്തിനല്ല പോയത്. ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. സർക്കാരിന്റെ പണം കൊണ്ട്, ദുരിതാശ്വാസ നിധിയിലെ പണം കൊണ്ട് പാർട്ടി സമ്മേളനത്തിൽ പോയ മുഖ്യമന്ത്രി. അത് മറക്കരുത്. ഇനി ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ ഉപദേശിച്ച പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ ദുരന്തമൊത്ത് നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഞാൻ പറയുന്നു, എൻ്റെ കൂടെ അവിടെ പ്രവർത്തിക്കാൻ CPM-ന്റെ DYFI-യുടെ പ്രവർത്തകരുണ്ട്, KSU-വിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുണ്ട്, SKSSF-ന്റെ യൂത്ത് ലീഗിൻ്റെ MSF ഉണ്ട്, എല്ലാ യുവമോർച്ചക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ പ്രവർത്തകരും എല്ലാവരും ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയം പറയാൻ വിഷമമുണ്ട്. പക്ഷേ ഒരു കാര്യം പറയട്ടെ, അദ്ദേഹം മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് ഉപദേശിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഈ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ നെതർലാൻഡ്സിൽ പോയല്ലോ റൂം ഫോർ റിവർ നടപ്പാക്കാൻ. അവിടുന്ന് ഒരു പിഞ്ഞാണത്തിന്റെ അവാർഡ് മേടിച്ചുകൊണ്ടുവന്നല്ലോ. ആ പിഞ്ഞാണ് ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? അവിടുന്ന് പഠിച്ച റൂം ഫോർ റിവർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പരിപാടി നടക്കുമായിരുന്നോ? ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നോ? ഇതൊന്നും ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. നെതർലാൻഡ്സിൽ പോയിട്ട് ആരെയാ കണ്ടത്? ഒന്നാന്തരം മണലൂറ്റ് കമ്പനിയെ. ആ മണലൂറ്റ് കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് വല്ല അറിവുണ്ടോ?
നിങ്ങൾ നെതർലാൻഡ്സിൽ പോയത് എന്തിനാ? റൂം ഫോർ റിവർ പഠിക്കാൻ പോയത് എന്തിനാ? എന്നിട്ട് നിങ്ങൾ ഇവിടെ എന്ത് നടപ്പാക്കി? ഇതൊക്കെ ജനങ്ങളോട് നിങ്ങൾ എന്തെങ്കിലും മറുപടി പറഞ്ഞിട്ടുണ്ടോ? എന്നിട്ട് വെറുതെ ആക്ഷേപിക്കാൻ വേണ്ടി പറ്റരുത്. ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള മുഖ്യമന്ത്രി കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മന്ത്രിസഭാംഗങ്ങൾ, റവന്യൂ വകുപ്പ് മന്ത്രി അടക്കമുള്ള കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. മന്ത്രിമാർ വിവിധ ജില്ലകളെ ചാർജ് ഏറ്റെടുത്തിട്ടുണ്ട്. കൃത്യമായ കാര്യങ്ങൾ ഈ ക്യാമ്പുകളിൽ കിട്ടുന്നുണ്ട്. ഒരു സംശയ കാര്യത്തിന് വേണ്ട. പിന്നെ അതിനിടയിൽ പോയി ഇപ്പൊ അദ്ദേഹം പറഞ്ഞല്ലോ ഭക്ഷണം കിട്ടുന്നില്ല. ഭക്ഷണ കിറ്റുകൾ എടുത്തു കൊണ്ടുപോയത് ആരാണ്? കഴിഞ്ഞ പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിപ്പ് നടത്തിയതാരാ? അദ്ദേഹത്തിന്റെ തന്നെ ജില്ല കളമശ്ശേരിയിലെ CPM നേതാക്കന്മാര് സഹകരണ ബാങ്കിന്റെ അക്കൗണ്ടിൽ വന്ന പ്രളയ ദുരിതാശ്വാസ ഫണ്ട് തട്ടിയെടുത്ത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കേരളത്തിലെ പ്രധാനപ്പെട്ട ചില സിനിമാ മേഖലയുമായി പ്രവർത്തിക്കുന്നവര് ഇവിടെ വലിയ പരിപാടി നടത്തി ലക്ഷക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിക്കണം. അതൊന്നും ജനങ്ങൾ മറന്നിട്ടില്ല എന്നുള്ളത് മറക്കരുത്. Debate with Smriti Parathikkad.